ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ MLA അൻവർ PV അൻവറിനെ അടപടലം പൂട്ടി ജയിലിലടയ്ക്കുവാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു. കാരണം ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്കും ഒപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രഹസ്യ സ്വഭാവത്തോടെ കേരള പോലീസ് രൂപീകരിച്ച അരീക്കോട്ടെ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, അതായത് SOG എന്ന് പറയുന്ന അവർ നൽകിയ ഒരു പരാതിയിൽ PV അൻവർ MLAക്ക് അത് കുരുക്കായി മാറും എന്നുള്ളത്. അതായത് ഈ രഹസ്യരേഖകൾ കൈവശപ്പെടുത്തി സേനാംഗങ്ങളുടെ ജീവന് ഭീഷണിയായ തരത്തിൽ പരസ്യപ്പെടുത്തി എന്നുള്ളതാണ് SOGയുടെ ആരോപണം. ഔദ്യോഗിക സുരക്ഷാ നിയമം, IT ആക്ട്, ഭാരതീയ ന്യായ സംഹിത എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം മഞ്ചേരി പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ കേസായതുകൊണ്ട് തന്നെ അൻവറിനെ ഏത് സമയവും അറസ്റ്റ് ചെയ്യാൻ പോലീസിനാകും എന്നുള്ളതാണ്. അരീത്തോട് SOG സൂപ്രണ്ടായിട്ടുള്ള T ഫറാഷ് മലപ്പുറം ജില്ലാ പോലീസ് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലൊരു കേസ് രൂപീകരിക്കുന്നത്. സെപ്റ്റംബർ 9 മഞ്ചേരി മാരാംകുളത്തുള്ള PV അൻവർ MLAയുടെ ഉടമസ്ഥതയിലുള്ള മെട്രോ വില്ലേജിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് രഹസ്യരേഖകൾ പ്രദർശിപ്പിക്കുകയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അടക്കം അല്ലെങ്കിൽ അവരുടെ ചുമതലകൾ അടക്കം പുറത്തുവിടുകയും ചെയ്തു. കേരള പോലീസിന്റെ പ്രത്യേക സേനാ വിഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ SOGയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ രഹസ്യ സ്വഭാവമുള്ളതായിട്ടുള്ള വളരെ ഗൗരവമേറിയായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്തു വരുന്ന 5 സേനാംഗങ്ങളുടെ പേര് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളുമാണ് അൻവർ പുറത്തുവിട്ടത്. സേനാ വിഭാഗത്തിന്റെ ഔദ്യോഗിക രേഖകൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ മറ്റാരുടെയൊക്കെയോ സഹായത്തോടെ കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയും കുറ്റകരമായിട്ടുള്ള ദുരുദ്ദേശത്തോടെ നിയമവിരുദ്ധമായ വഴികളിലൂടെ കേരള പോലീസിന്റെ ഔദ്യോഗിക കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്നും ശേഖരിച്ച് കൈവശപ്പെടുത്തി സേനാംഗങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ ആയത് മനഃപൂർവ്വം പരസ്യമായി വെളിപ്പെടുത്തി എന്നും മറ്റുമുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതി വന്നിരിക്കുന്നത്. അതായത് ഈ SOG ആസ്ഥാനത്തെ രഹസ്യരേഖകളടക്കം കൈവശപ്പെടുത്തിയ PV അൻവർ MLAക്ക് അല്ലെങ്കിൽ അത് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് മുൻ SP-ക്ക് എതിരെയും ഇത്തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ മാസം മുതൽ 2024 ജനുവരി മാസം വരെ 1 മാസക്കാലമാണ് ഈ SP-ക്ക് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത്. പോലീസ് സേന അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന, ഇവിടെ ജോലി ചെയ്തിരുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് അടക്കമുള്ള അവരുടെ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പെൻ നമ്പറും അടക്കം MLA സെപ്റ്റംബർ 9 നടത്തിയ പത്രസമ്മേളനത്തിൽ പുറത്തുവിടുന്നു. ഇത് സംബന്ധിച്ച പോലീസ് രേഖകളും അതിനോടൊപ്പം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ റാങ്ക്, ഡ്യൂട്ടി, ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്ന അടക്കമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഇവയൊക്കെ കൂടി ചേർത്തുകൊണ്ടാണ് MLA ആയിട്ടുള്ള PV അൻവർ അത് പുറത്തുവിട്ടത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇത് എന്നും MLA ഇതിനകത്ത് വിവരിക്കുന്നു. ആഭ്യന്തര സുരക്ഷയെ അതീവ ഗുരുതരമായി ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളാണ് ഇന്റലിജൻസും ആഭ്യന്തര സുരക്ഷാ വിഭാഗവും നേരത്തെ അന്വേഷണം നടത്തി ശക്തമായിട്ടുള്ള നടപടിക്കാട്ട് റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യം ഉണ്ടായത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് SOG സൂപ്രണ്ട് ആ സൂപ്രണ്ടിന് തന്നെ പോലീസിൽ ചെന്നൊരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിലെ ഉന്നതർക്കെതിരെ PV അൻവർ MLAക്ക് വിവരങ്ങൾ കൈമാറിയവരെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്റലിജൻസിന് നേരത്തെ തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 2 SP-മാരും DYSP-യും പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡിലുള്ളവരും അടക്കം അതിൽ വിരമിച്ചവർ പറയുന്നുണ്ട് കേട്ടോ. അവരെ ഉൾപ്പെടെ കൊണ്ട് പോലീസിൽ നിന്നും പിരിച്ചുവിട്ടവരടക്കം ഏകദേശം 20ഓളം പേരുടെ പേര് അല്ലെങ്കിൽ അവരുടെ പങ്ക് ഇതിനകത്ത് നിന്ന് വ്യക്തമാകുന്നുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ടത് കൊണ്ടോട്ടിയിലടക്കം ഇവർ യോഗം ചേർന്നതിന്റെയും ഇവർ രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അടക്കമുള്ള വിവരങ്ങൾ ഇന്റലിജൻസിന് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഗോൾഡ് കാരിയർമാരും പോലീസിന് വിവരങ്ങൾ നൽകുന്ന ഇൻഫോർമർമാരടക്കം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മമ്പാട് MES കോളേജിൽ PV അൻവറിന്റെ സഹപാഠിയായിരുന്ന ആരോപണവിധേയനായിട്ടുള്ള SP, CPM സഹയാത്രികനായിട്ടുള്ള പ്രവാസി എഞ്ചിനീയർ നടുത്തൊടി സലീമിൽ നിന്നും ക്രഷർ ബിസിനസ്സിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് ഏകദേശം 50 ലക്ഷം തട്ടിയ കേസ് അത് സിവിൽ സ്വഭാവമുള്ളതാണ് എന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. PV അൻവർ MLAയെ അറസ്റ്റിൽ നിന്നും രക്ഷിച്ചയാളാണ് ഈ സഹപാഠി എന്നുള്ള ആരോപണങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മറ്റൊരു കേസ് കൂടി സിവിൽ സ്വഭാവമുള്ളതാണെങ്കിൽ കൂടിയും കോടതിയിലേക്ക് എത്തുന്നത് എന്നതാണ്. PV അൻവർ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് എന്ന് ഒരു സുപ്രഭാതത്തിലാണ്
ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒപ്പം തന്നെ ഈ സർക്കാരിനും മനസ്സിലാവും. പി വി അൻവർ ഈ പാർട്ടി വിട്ട് പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പി വി അൻവറിനെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ചുമന്നേനെ ഈ പാർട്ടി പി വി അൻവറിനെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നത്? പി വി അൻവർ സ്വന്തം നിലപാടെടുത്ത് സ്വന്തം പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമർഥ്യം കാണിക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അടക്കം ആക്ഷേപിക്കുമ്പോൾ, പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആർക്കും കുറച്ചു കാലം മാത്രമേ പി വി അൻവറിനെ പോലുള്ള ഒരു സ്വതന്ത്ര MLA നോക്കി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീരുമാനമെടുക്കേണ്ടതല്ലേ? കുട്ടി സഖാക്കന്മാരടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഇവിടുത്തെ മൂത്ത സഖാക്കന്മാരുണ്ട്, അവർക്ക് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് MV ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് പാർട്ടിയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അൻവറിനെ ചവിട്ടി പുറത്താക്കുക. അങ്ങനെയാണ് വളരെ കൃത്യമായി CPM നിന്നും അൻവറിനെ പുറത്താക്കുന്നത്. പുറത്താക്കിയതിനു ശേഷമാണിതാ അൻവറിന് ഊരാക്കുടുക്കുണ്ടാക്കിയെടുത്തിരിക്കുന്നതും ഇനി ഏത് നിമിഷം വേണമെങ്കിലും അൻവർ അറസ്റ്റിലും ആകുകയും ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. അൻവർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്.